ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Galaxy made of ABS material. നമസ്കാരം. ജില്ലാ വാർത്തകൾ. സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോൾ തട്ടിക്കൂട്ടി പടച്ചുണ്ടാക്കേണ്ടതല്ല പദ്ധതികൾ. ഏറെ കാര്യഗൗരവത്തോടെ ഗൃഹപാഠം ചെയ്ത് രൂപപ്പെടുത്തേണ്ടതാണ് അവ. എന്നാൽ പലയിടങ്ങളിലും ഇപ്പോൾ നടക്കുന്നത് പണം ലാപ്സായി പോകാതിരിക്കാനുള്ള പ്രവർത്തികളാണ്. ഇക്കാര്യത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾ അല്പം കൂടി ഉത്തരവാദിത്തം കാണിക്കേണ്ടിയിരിക്കുന്നു. പ്രധാന വാർത്തകളിലേക്ക്. ഇടതു വലതു മുന്നണികൾ മുൻകാല വോട്ട് ചോർച്ച സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് BJP നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള. അവഗണനയ്ക്കെതിരെ പ്രതിഷേധം രേഖപ്പെടുത്താനുള്ള അവസരമായി തൊഴിലാളികൾ അവരുടെ വോട്ടവകാശം വിനിയോഗിക്കണമെന്ന് ഭാരതീയ മസ്ദൂർ സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് K ഗംഗാധരൻ. വടക്കൻ മലബാറിലെ പ്രസിദ്ധമായ പിഷാരിക്കാവ് മഹോത്സവത്തിന് തുടക്കമായി. വാർത്തകൾ വിശദമായി. അവഗണനയ്ക്കെതിരെ പ്രതിഷേധം രേഖപ്പെടുത്താനുള്ള അവസരമായി തൊഴിലാളികൾ അവരുടെ വോട്ടവകാശം വിനിയോഗിക്കണമെന്ന് ഭാരതീയ മസ്ദൂർ സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് K ഗംഗാധരൻ നളന്ദ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച നിർമ്മാണ തൊഴിലാളി വാർഷിക പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൊഴിലാളികൾ ഉന്നയിച്ച കാര്യങ്ങൾ അംഗീകരിക്കാതെ രാജ്യത്തെ തൊഴിലാളി സംഘടനകൾ ഒന്നടങ്കം നടത്തിയ ദേശീയ പ്രക്ഷോഭങ്ങളെ അവഗണിച്ച കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധം രേഖപ്പെടുത്താനുള്ള അവസരമായി തൊഴിലാളികൾ അവരുടെ വോട്ടവകാശം വിനിയോഗിക്കണമെന്ന് ഭാരതീയ മസ്ദൂർ സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് K ഗംഗാധരൻ നളന്ദ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച നിർമ്മാണ തൊഴിലാളി സംഘം വാർഷിക പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ നിർമ്മാണ മേഖലയ്ക്ക് അന്യ സംസ്ഥാന തൊഴിലാളികളെ ഇറക്കുന്ന ഏജന്റുമാർ അവർക്ക് അർഹമായ വേതനങ്ങളോ ആനുകൂല്യങ്ങളോ നൽകാതെ ചൂഷണം ചെയ്യുകയാണെന്നും അത് നിർത്തലാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ആദ്യമായിട്ട് ഈ അസംഘടിതരായിട്ടുള്ള, അശരണരായിട്ടുള്ള, അവഗണനീയരായിട്ടുള്ള ഈ വിഭാഗം തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നത് അവർക്ക് ആനുകൂല്യങ്ങളും അവകാശങ്ങളും ഉണ്ടാകണം, അവരുടെ സുരക്ഷിതത്വം സർക്കാർ ഉറപ്പുവരുത്തണം എന്നെല്ലാമുള്ള മുദ്രാവാക്യങ്ങളുമായി രംഗത്തിറങ്ങിയത് ഭാരതീയ മസ്ദൂർ സംഘമാണ്. സർക്കാരിന്റെ കണക്കിൽ നിർമ്മാണ തൊഴിലാളികൾക്ക് രംഗം അസംഘടിതമാണെങ്കിലും അസംഘടിത തൊഴിലാളികളായിട്ടാണ് അവർ പരിഗണിക്കപ്പെടുന്നതെങ്കിലും ഇന്ന് ആ വിഭാഗം തൊഴിലാളികൾ സംഘടിതരാണ്. സംഘടനയുമായി ഏതെങ്കിലും സംഘടനയുമായി ബന്ധപ്പെടാത്തവര് ആ മേഖലയിൽ വളരെ കുറവാണ്. സമ്മേളനത്തിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് P മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി E ദിവാകരൻ, BMS ജില്ലാ സെക്രട്ടറി OK ധർമ്മരാജ്, V ചന്ദ്രൻ, P പരമേശ്വരൻ, അരീക്കോത്ത് രാജൻ, N വേണു, കാളക്കണ്ടി ബാലൻ എന്നിവർ സംസാരിച്ചു. സുറാസ് വിഷ്വൽസിന്റെ പുതിയ സിനിമ TP51ന്റെ പൂജ തിങ്കളാഴ്ച ഒഞ്ചിയത്ത് നടക്കും. RMP നേതാവ് TP ചന്ദ്രശേഖരന്റെ ഭാര്യാപിതാവ് KK മാധവൻ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കും. റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി നേതാവ് TP ചന്ദ്രശേഖരന്റെ ജീവിതം ആസ്പദമാക്കിയുള്ള ചിത്രമാണ് TP51. മൊയ്തു താഴത്താണ് ചിത്രത്തിന്റെ സംവിധായകൻ. കഥയും തിരക്കഥയും ഇദ്ദേഹം തന്നെ. TP ചന്ദ്രശേഖരനോട് രൂപസാദൃശ്യമുള്ള വടകര സ്വദേശി രമേശാണ് ചിത്രത്തിൽ TP ആയി വേഷമിടുന്നത്. ഇടവേള ബാബു, ശിവജി ഗുരുവായൂർ, ബാലചന്ദ്രൻ ചുള്ളിക്കാട്, മാമുക്കോയ തുടങ്ങിയവർ ചിത്രത്തിൽ അഭിനയിക്കുന്നു. ഏറെ പ്രതിസന്ധികളും വധഭീഷണി ഉൾപ്പെടെയും അതിജീവിച്ചാണ് സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കുന്നതെന്ന് അണിയറ പ്രവർത്തകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. TP ചന്ദ്രശേഖരന്റെ കൊലപാതകത്തെ കുറിച്ച് പറയാൻ പാടില്ല, അതിനെക്കുറിച്ചൊരു സിനിമ ചെയ്യാൻ പാടില്ല, അതിനെക്കുറിച്ചൊരു കവിത ചെയ്യാൻ പാടില്ല എന്നുള്ള ഫാസിസം എന്നുള്ളത് നാസി ഭീകരതയാണ്. ചിത്രത്തിന്റെ പൂജ തിങ്കളാഴ്ച രാവിലെ ഒഞ്ചിയത്ത് നടക്കും. TPയുടെ ഭാര്യാപിതാവ് KK മാധവൻ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കും. ജലീൽ ബാദുഷയാണ് ക്യാമറ. ഗാനങ്ങൾ രമേശ് കാവിലും സംഗീതം ഗസലും നിർവഹിക്കുന്നു. ഇനി തിരഞ്ഞെടുപ്പ് വാർത്തകളുമായി നൈനു.
ബിജെപിക്കെതിരെ വോട്ട് കച്ചവടം ആരോപിക്കുന്ന ഇടതു വലതു മുന്നണികൾ അവരുടെ മുൻകാലത്തെ വോട്ട് ചോർച്ച സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തുവിടണമെന്ന് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള. തിരുവനന്തപുരത്തെ UDF സ്ഥാനാർത്ഥി ശശി തരൂരിന്റെ ഭാര്യ മരണപ്പെട്ടത് സംബന്ധിച്ച അന്വേഷണം കേന്ദ്ര സർക്കാർ അട്ടിമറിച്ചെന്നും അദ്ദേഹം ആരോപിച്ചു. കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ശ്രീധരൻപിള്ള. മുൻ വർഷങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചോർച്ച പരിശോധിക്കാൻ ഇടതു വലതു മുന്നണികൾ അന്വേഷണ കമ്മിറ്റികളെ നിയോഗിച്ചിരുന്ന കാര്യം ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള ചൂണ്ടിക്കാട്ടി. 2004-ൽ ഇടതുപക്ഷ വോട്ടുകൾ ബിജെപി പക്ഷത്തേക്ക് ചോർന്നത് അന്വേഷിക്കാൻ LDF പന്ന്യൻ രവീന്ദ്രന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. കോൺഗ്രസ് ആവട്ടെ പല ഘട്ടങ്ങളിലായി CV പത്മരാജൻ സമിതി, തെന്നല സമിതി, വക്കം പുരുഷോത്തമൻ സമിതി തുടങ്ങിയവയുണ്ടാക്കി. ബിജെപി മറ്റുള്ളവരുമായി ധാരണയായെന്ന് ആക്ഷേപിക്കുന്ന ഇരുമുന്നണികളും ഈ റിപ്പോർട്ടുകൾ പുറത്തുവിടാൻ തയ്യാറാണോയെന്ന് പാർട്ടി ദേശീയ നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള ചോദിച്ചു. കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അപ്പൊ അറിയാനുള്ള പൗരന്റെ അവകാശമില്ലേ? ഞാനൊരു പൗരനാണ്, നിങ്ങളൊക്കെ പൗരന്മാരാണ്, ഞങ്ങൾക്ക് അറിയാൻ അവകാശമുണ്ട്. അതുകൊണ്ട് ഈ 4 റിപ്പോർട്ടും 3 UDF-ന്റെയും 1 പന്ന്യൻ രവീന്ദ്രൻ എന്ന കേരളത്തിലെ സീനിയർ രാഷ്ട്രീയ നേതാവിന്റെയും റിപ്പോർട്ടുകൾ അറിയാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്. ജനങ്ങളുടെ മുമ്പാകെ സുതാര്യമായി വയ്ക്കണം, സുതാര്യത കാണിക്കാൻ നിങ്ങൾ തയ്യാറാകണം എന്ന് ഞാൻ BJP ആവശ്യപ്പെടുകയാണ്. തന്റെ സഹധർമ്മിണി ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അന്വേഷണം വേണ്ടതില്ലെന്നാണ് തിരുവനന്തപുരത്തെ UDF സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ ശശി തരൂരിന്റെ പ്രഖ്യാപനം. ആരുടെയെങ്കിലും ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ചാണോ ഒരാൾ മരണപ്പെട്ടത് സംബന്ധിച്ച് അന്വേഷണം നടത്തുകയെന്ന് ശ്രീധരൻപിള്ള ചോദിച്ചു. ഇത് സംബന്ധിച്ച് കേസന്വേഷണം കേന്ദ്ര സർക്കാർ അട്ടിമറിച്ചതായും അദ്ദേഹം ആരോപിച്ചു. നിയമവാഴ്ചയുടെ ഏറ്റവും ദാരുണമായ ഒരു മുഖമാണ് ജനങ്ങളുടെ മുമ്പാകെ വരച്ചു കാട്ടുന്നത്. അതുകൊണ്ട് ഈ 2 ആംഗിളിനെ സംബന്ധിച്ചിടത്തോളം 15-ാം തീയതി അവർ പറഞ്ഞ അവരുടെ ട്വിറ്ററിൽ എഴുതിയതിന്റെ അടിസ്ഥാനത്തിലുള്ള 2 കാര്യങ്ങൾ അന്വേഷണപരിധിപ്പെടുത്തിക്കൊണ്ട് അന്വേഷണം നടത്തണം. ഈ സാക്ഷരത കേരളത്തിലെ ജനങ്ങളെ ഭയപ്പെടുത്താമെന്നും കരുതണ്ട. ഞാൻ മുസഫർനഗർ കലാപത്തിന്റെ ഉത്തരവാദിത്വം UP സർക്കാരിനാണെന്ന സുപ്രീം കോടതിയുടെ വിധി നീതിന്യായ ചരിത്രത്തിലെ അപൂർവ സംഭവമാണ്. ഗുജറാത്ത് കലാപത്തിന്റെ പേരിൽ മോദിയെ അനാവശ്യമായി വേട്ടയാടിയവർ പോലും ഇക്കാര്യത്തിൽ മൗനം പാലിക്കുന്നത് കുറ്റകരമാണെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു. UDF സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് സ്ക്വാഡ് പ്രവർത്തനം നടത്തുമെന്ന് കേരള കോൺഗ്രസ് B കോഴിക്കോട് ജില്ലാ കമ്മിറ്റി യോഗം തീരുമാനിച്ചു. ഇൻഡോർ സ്റ്റേഡിയം ഹാളിൽ ചേർന്ന യോഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി നജീം പാലക്കണ്ടി ഉദ്ഘാടനം ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കാൻ കേരള കോൺഗ്രസ് B കോഴിക്കോട് ജില്ലാ കമ്മിറ്റി യോഗം തീരുമാനിച്ചു. യോഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി നജീം പാലക്കണ്ടി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് PV നവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കോഴിക്കോട് ലോക്സഭാ സ്ഥാനാർത്ഥി MK രാഘവന്റെയും വടകര സ്ഥാനാർത്ഥി മുല്ലപ്പള്ളി രാമചന്ദ്രന്റെയും വിജയത്തിന് സ്ക്വാഡ് പ്രവർത്തനം നടത്തുവാൻ എല്ലാ നിയോജക മണ്ഡലം പ്രസിഡന്റുമാരെയും ചുമതലപ്പെടുത്തി. വനിതാ സ്ക്വാഡ് പ്രവർത്തനം നടത്തുവാനും തീരുമാനിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി ലത്തീഫ് കുറുങ്ങോട്ട്, സെക്രട്ടറി സത്യൻ എടക്കൊടി, ജസ്റ്റിൻ ജോസഫ് പേരാമ്പ്ര, ഫിറോസ് പുളിക്കൽ, KP ഗോപാലകൃഷ്ണൻ, KV സജീവ് കുമാർ, അനിൽകുമാർ കുന്നമംഗലം, ജോസ് K ബദറുദ്ദീൻ കൊടുവള്ളി, അബൂബക്കർ K, സെയ്ദലബി, ഡോക്ടർ സാബിറ, AB സുനിൽ ദത്ത്, സെബാസ്റ്റ്യൻ മാസ്റ്റർ, ഷാജിൽ, കൃഷ്ണൻകുട്ടി, ലാൽചന്ദ് AP, ജോളി കോടഞ്ചേരി, ചാലിയം ഭാസ്കരൻ എന്നിവർ സംബന്ധിച്ചു. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ആം ആദ്മി പാർട്ടിയുടെ പ്രചരണ പരിപാടികൾ വിപുലമായി നടക്കുന്നു. കൊയിലാണ്ടി നിയോജക മണ്ഡലത്തിൽ ആം ആദ്മി പാർട്ടി തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. K ഫിറോസ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ആം ആദ്മി പാർട്ടി കൊയിലാണ്ടി നിയോജക മണ്ഡലം കമ്മിറ്റിയിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. K ഫിറോസ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ചേലിയ ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി അലി അക്ബർ, ജില്ലാ കൺവീനർ P കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു. ഇവിടുത്തെ പ്രവർത്തകർക്ക് പറ്റുമോ? കെജ്രിവാളിനൊക്കെ വിശ്വാസമുണ്ട്, നമ്മൾക്ക് പറ്റുമോ എന്നാണ് നോക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ശ്രീധരൻ മാസ്റ്റർ പറഞ്ഞതുപോലെ ഓരോരുത്തരും കെജ്രിവാളായി മാറേണ്ടതുണ്ട്. ഓരോരുത്തരും മാത്രത്തെ ചിന്തിക്കേണ്ടതുണ്ട്. അടുത്ത 2 ആഴ്ച നമ്മുടെ ജീവിതത്തിലെ സുപ്രധാന ദിനങ്ങളാണ്. ഓരോ മണിക്കൂറും ഓരോ ദിനവും വിലപ്പെടുന്നതാണ്. ഇറങ്ങിയാൽ മുന്നോട്ട് ശരിയായി വിളിച്ചിരുന്നു. ഇനി മറ്റു വാർത്തകളുമായി നിഷിത സുരേഷ് ചേരും. കോഴിക്കോട് വിദ്യാഭ്യാസ ജില്ലാ ഹെഡ് മാസ്റ്റേഴ്സ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ സർവീസിൽ നിന്നും വിരമിക്കുന്ന ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർക്കും പ്രധാനാധ്യാപകർക്കും യാത്രയയപ്പ് നൽകി. കാലിക്കറ്റ് ടവറിൽ സംഘടിപ്പിച്ച പരിപാടി ഡെപ്യൂട്ടി മേയർ അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർക്കും ഹെഡ് മാസ്റ്റർമാർക്കും ഹെഡ് മാസ്റ്റേഴ്സ് ഫോറം കോഴിക്കോട് വിദ്യാഭ്യാസ ജില്ല യാത്രയയപ്പ് നൽകി. കാലിക്കറ്റ് ടവറിൽ സംഘടിപ്പിച്ച പരിപാടി കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ പ്രൊഫസർ PT അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു.
അധ്യാപകർക്ക് സമൂഹത്തിൽ നിന്നും ലഭിക്കുന്ന സ്നേഹവും ആദരവും മറ്റ് ഏത് മേഖലകളിൽ പ്രവർത്തിച്ചാലും ലഭിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ വിരമിക്കുന്ന 21 പ്രധാന അധ്യാപകർക്ക് ഡെപ്യൂട്ടി മേയർ ഉപഹാരങ്ങൾ നൽകി. നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് ശിഷ്യഗണങ്ങളാണ്. കേരളത്തിലെ ഇപ്പോൾ അറിയപ്പെടുന്ന യുവജന നേതാക്കളെ പഠിപ്പിക്കാൻ അല്ലെങ്കിൽ അവർ വിദ്യാർത്ഥികളായി നിന്നവർ അവരിപ്പോഴും കണ്ടാൽ സാറ് എന്ന് വിളിച്ച് സമീപിക്കാറുണ്ട്. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും അതിന്റെ യുവജന നേതാക്കൾ അല്ലെങ്കിൽ ഇവരിപ്പോ പല രാഷ്ട്രീയ പാർട്ടികളിൽ തന്നെ ഔദ്യോഗിക ഭാരവാഹികളായിട്ട് ഇരിക്കുന്നു. അപ്പൊ ഇതൊക്കെ നമുക്ക് മറ്റാർക്കും അവകാശപ്പെടാനില്ല. കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉഷാ ദേവി ടീച്ചർ, ഫോറം കൺവീനർ MV ജോർജ്, കോഴിക്കോട് DDE പ്രസന്നകുമാരി കാവുള്ളപുരയിൽ, DEO E വസന്തൻ, വനജ, K കോയ എന്നിവർ സംസാരിച്ചു. വാർത്തകളിൽ ഇടവേള. Galaxy made of ABS material. ഒഴുകും സംസ്കൃതി നദികളിതിലെ സുജലാം സുഫല ഇവയിഴകൾ കലരുമൊരു മന്ദ. Celebrate the most beautiful moments in your life with Malabar Gold and Diamonds. Galaxy made of ABS material. വാർത്തകൾ തുടരുന്നു. കൊയിലാണ്ടി കൊല്ലം പിഷാരിക്കാവ് ക്ഷേത്രത്തിൽ കാളിയാട്ട മഹോത്സവത്തിന് തുടക്കമായി. കാളിയാട്ട മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന കാഴ്ച ശീവേലിയിൽ 100 കണക്കിന് ഭക്തർ പങ്കെടുത്തു. ഏപ്രിൽ 1-നാണ് കാളിയാട്ടം. കൊല്ലം പിഷാരിക്കാവ് ക്ഷേത്രം കാളിയാട്ട ഉത്സവം ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ കൊടിയേറി. ആചാരപ്രകാരം വ്രതനിഷ്ഠയോടെ ക്ഷേത്രത്തിൽ നിന്ന് മാറി നിൽക്കുന്ന മേൽശാന്തി N നാരായണൻ മൂസദ് രാവിലെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചതോടെ ആചാരവെടികൾ മുഴക്കി ചടങ്ങുകൾക്ക് തുടക്കമായി. ക്ഷേത്ര ട്രസ്റ്റിമാരും കമ്മിറ്റി ഭാരവാഹികളും അവകാശികളുമടക്കം തിങ്ങിനിറഞ്ഞ ഭക്തരുടെ സാന്നിധ്യത്തിൽ കൊടിയേറിയതോടെ ഇനി 7 നാൾ കാവ് ഉത്സവലഹരിയിലാകും. കൊണ്ടാട്ടമ്പടി ക്ഷേത്രം, പുണ്യോറമല ഭഗവതി ക്ഷേത്രം, കുട്ടത്തുകുന്ന്, പണ്ടാരക്കണ്ടി, പുളിയഞ്ചേരി എന്നിവിടങ്ങളിൽ നിന്നുള്ള ഭക്തിസാന്ദ്രമായ വരവുകൾക്ക് വാദ്യമേളങ്ങളും വർണ്ണക്കാഴ്ചകളും ചാരുത പകർന്നു. ശീവേലി എഴുന്നള്ളിപ്പിന് 5 ആനകൾ അണിനിരന്നു. രാത്രി വെടിക്കെട്ടും ഗാനമേളയും നടന്നു. ഈ മാസം 30-ന് ചെറിയ വിളക്കു ദിവസം രാവിലെ ശീവേലിക്കു ശേഷം കോമത്തുപോക്ക്, പാണ്ടിമേള സമേതയുള്ള കാഴ്ച ശീവേലി നാടകം എന്നിവ നടക്കും. 31-ന് വലിയ വിളക്കിന് മന്ദമംഗലത്തു നിന്നുള്ള ഇളനീർ കുലവരവ്, മന്ദമംഗലം വസൂരിമാല വരവ്, വൈകുന്നേരം 3 മുതൽ താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആർഭാടപൂർവമായ ഇളനീർ കുലവരവുകളും തണ്ടാന്റെ അരങ്ങോല വരവുകളും അരയന്റെ വെള്ളിക്കുട വരവുകളും ക്ഷേത്രത്തിലെത്തും. ഏപ്രിൽ 1-ന് കാളിയാട്ടം നടക്കും. ആറ് വർഷത്തോളമായി അടച്ചിട്ടിരുന്ന കോർപ്പറേഷന്റെ ബേപ്പൂർ കമ്മ്യൂണിറ്റി ഹാൾ നവീകരിച്ച് തുറക്കുന്നു. ഏറെക്കാലമായി ഉപയോഗിക്കാതെ കിടന്ന കെട്ടിടം ശോച്യാവസ്ഥയിലായിരുന്നു. നിർമ്മാണ പ്രവൃത്തി പൂർത്തിയായാൽ അടുത്ത മാസം മധ്യത്തോടെ പൊതുജനത്തിന് തുറന്നുകൊടുക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വാർഷിക പദ്ധതിയിൽ 20 ലക്ഷം രൂപ വകയിരുത്തിയുള്ള പുനരുദ്ധാരണ പ്രവൃത്തി അന്തിമഘട്ടത്തിലാണ്. മുറ്റത്ത് ഇന്റർലോക്ക് കട്ടകൾ വിരിച്ചും അകത്തെ സീലിംഗ് മാറ്റിപ്പണിതുമാണ് മോടി കൂട്ടുന്നത്. പുറത്തെ പണികൾ പൂർത്തിയാക്കി ചായം പൂശിയതോടെ കെട്ടിടത്തിന്റെ മുഖച്ഛായ തന്നെ മാറി. പൊട്ടിപ്പൊളിഞ്ഞ ഭാഗങ്ങൾ പൂർണ്ണമായും അറ്റകുറ്റപ്പണി നടത്തലും മൂത്രപ്പുരയിൽ ടൈൽസ് പാകലും നവീകരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുക്കള, ജലവിതരണ സംവിധാനം എന്നിവ പൂർണ്ണമായും സജ്ജമാക്കിയാണ് ഹാൾ ഉപയോഗയോഗ്യമാക്കുന്നത്. നിർമ്മാണ പ്രവൃത്തി പൂർത്തിയായാൽ അടുത്ത മാസം മധ്യത്തോടെ ഹാൾ പൊതുജനത്തിന് തുറന്നുകൊടുക്കാനാകുമെന്നാണ് പ്രതീക്ഷ.
ഏറെക്കാലമായി ഉപയോഗിക്കാതെ കിടന്ന കെട്ടിടം ശോച്യാവസ്ഥയിലായിരുന്നു. വാതിലും ജനലുമെല്ലാം നശിച്ച ഹാൾ സാമൂഹിക വിരുദ്ധർ താവളമാക്കിയിരുന്നു. ഇത് പരിസരവാസികളുടെ പരാതിക്ക് വഴിവെച്ചതോടെയാണ് BC റോഡരികിൽ വിശാലമായ സ്ഥല സൗകര്യത്തോടെയുള്ള കെട്ടിടം ഫലപ്രദമാക്കാൻ ആസൂത്രണമുണ്ടായത്. 1984 ഉദ്ഘാടനം ചെയ്ത കമ്മ്യൂണിറ്റി ഹാൾ കുറച്ചു വർഷം മാത്രമാണ് നാട്ടുകാർക്ക് ഉപയോഗമുണ്ടായിരുന്നത്. മൈക്ക് സെറ്റ് ഉപയോഗിച്ച് പരിപാടികൾ നടത്തുമ്പോൾ ശബ്ദ ക്രമീകരണം പ്രശ്നമായിരുന്നു. ഇതുകാരണം രാഷ്ട്രീയ കക്ഷികളും ക്ലബ്ബുകാരും കമ്മ്യൂണിറ്റി ഹാളിനെ കൈയൊഴിഞ്ഞതോടെയാണ് ബേപ്പൂർ കമ്മ്യൂണിറ്റി ഹാൾ നാശത്തിന്റെ വക്കിലായത്. തളി EMS കോഓപ്പറേറ്റീവ് ട്രെയിനിംഗ് സെന്ററിലെ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ക്ഷമിക്കണം ഞങ്ങൾ നിഷ്പക്ഷരാണ് മാഗസിൻ പ്രകാശനം ചെയ്തു. നാടക പ്രവർത്തകൻ മുഹമ്മദ് പേരാമ്പ്ര പുസ്തകം പ്രകാശനം ചെയ്തു. തളി EMS കോഓപ്പറേറ്റീവ് ട്രെയിനിംഗ് സെന്ററിലെ വിദ്യാർത്ഥി കൂട്ടായ്മയിൽ തയ്യാറാക്കിയ ക്ഷമിക്കണം ഞങ്ങൾ നിഷ്പക്ഷരാണ് എന്ന മാഗസിൻ പ്രകാശനം ചെയ്തു. പ്രമുഖ നാടക പ്രവർത്തകൻ മുഹമ്മദ് പേരാമ്പ്ര പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു. എന്റെ മാനാഭിമാനങ്ങൾ കവർന്നതൊക്കെ അവസാനം കാത്തിക്കുട്ടി അച്ഛനോട് പറയുന്നുണ്ട്. അച്ഛൻ വന്നിട്ട് പറയുന്നുണ്ട്, കുട്ടിയെ നീ ഇതൊന്നും ആരോട് പറഞ്ഞിട്ടോ സാരയില്ല, ഞാൻ ഓദിച്ചമാരോട് പറഞ്ഞിട്ടുണ്ട്, അവര് പറഞ്ഞിട്ടുണ്ട് പറയില്ല. അന്നേരം എല്ലാം കഴിഞ്ഞു പോകുമ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് പറയണം, ഒരു പെണ്ണെന്ന നിലയ്ക്ക് എനിക്ക് പറഞ്ഞേ പറ്റൂ. അന്നേരം അച്ഛൻ പറയുന്നത്, എന്നാ എനിക്ക് പറഞ്ഞത് കുട്ടിയെ തിരിഞ്ഞു എന്റെ പച്ച മലയാളം അച്ഛൻ അറിയാം നീ മോളോട്. അത് കഴിഞ്ഞിട്ട് അച്ഛൻ പോകുമ്പോൾ താത്തക്കുട്ടി പറയുന്നുണ്ട്, എന്റെ ഏട്ടൻ ഇങ്ങനെ ദേശസഞ്ചാരം കേട്ട അച്ഛ. അപ്പൊ അയാൾ കരയാണെന്ന് പറയുന്നത്, ഏട്ടനോട് പറയണം ഇങ്ങോട്ട് വരണ്ട, രാത്രിയെ കാണാൻ. ഏട്ടനും പറ്റിയിട്ടുണ്ട്, അച്ഛൻ ചെയ്തേക്ക് അവന് തെറ്റി. കൂട്ടി വായിച്ചോളൂ. അതൊക്കെ മാറിയത് മുഖാമിയെ പോയിട്ടും പക്കത്തെ പള്ളി കൊണ്ടുമല്ല, ജീവിതം കൊടുത്തതാണ്. ചടങ്ങിൽ JDC പ്രിൻസിപ്പൽ E പ്രസന്ന ബാബു, HDC പ്രിൻസിപ്പൽ K വത്സരാജ്, സനൂപ്, K ഉണ്ണികൃഷ്ണൻ, കാർത്തികേയൻ, KK മുഹമ്മദ്, നിധിൻ എന്നിവർ സംബന്ധിച്ചു. സിനിമയുടെ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെയും അമ്മഭാവമാണ് സുകുമാരിയിലൂടെ നഷ്ടമായതെന്ന് FIAF വൈസ് പ്രസിഡന്റ് PV ഗംഗാധരൻ. കോഴിക്കോടൻ സിനിമാ സുഹൃത്ത് സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സുകുമാരിയമ്മ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തെന്നിന്ത്യൻ സിനിമയുടെ വിശാലതയിൽ അമ്മയും അമ്മൂമ്മയുമായി നിറഞ്ഞു നിന്ന സുകുമാരി അന്തരിച്ചിട്ട് ഒരു വർഷമാകുന്നു. താരപ്രഭയാർന്ന സിനിമയുടെ ലോകം ഏറെക്കുറെ വിസ്മരിച്ച സുകുമാരിയെ കോഴിക്കോടൻ സിനിമാ സുഹൃത്ത് സംഘം അനുസ്മരിച്ചു. FIAF വൈസ് പ്രസിഡന്റ് PV ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. സിനിമയുടെ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെയും അമ്മഭാവമാണ് സുകുമാരിയിലൂടെ നഷ്ടമായതെന്ന് അദ്ദേഹം പറഞ്ഞു. സുകുമാരിയെ അമ്മയെന്ന് വിളിച്ചു നടന്ന സിനിമയിലെ മക്കൾ പോലും അവരുടെ വിയോഗത്തിന്റെ വാർഷികം മറന്നതായി ഗംഗാധരൻ കുറ്റപ്പെടുത്തി. അളകാപുരിയിൽ ചേർന്ന അനുസ്മരണ സമ്മേളനത്തിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് M രാജൻ അധ്യക്ഷത വഹിച്ചു. കിരീടമുണ്ണി, സിയാദ് കോക്കർ, SST സുബ്രഹ്മണ്യം, VBK മേനോൻ, VP മാധവൻ നായർ, നടന്മാരായ കോഴിക്കോട് നാരായണൻ നായർ, വിനോദ് കോഴിക്കോട്, KTC അബ്ദുള്ള എന്നിവരും ഭാസി മലാപ്പറമ്പ്, നവാസ് പൂനൂർ, വിൽസൺ സാമുവൽ, K സലാം, MA നാസർ, VT സുരേഷ്, M ഷാഹുൽ ഹമീദ്, PA ദിവാകരൻ, സന്തോഷ് പാലക്കാട് എന്നിവർ സംബന്ധിച്ചു. സെൻട്രൽ എക്സൈസ് ഡിവിഷന്റെയും മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു. കെട്ടിട നിർമ്മാണ മേഖലയിലുള്ള സേവന നികുതിയെക്കുറിച്ച് നടത്തിയ ശില്പശാല വാഗീഷ് കുമാർ സിംഗ് ഉദ്ഘാടനം ചെയ്തു. സെൻട്രൽ എക്സൈസ് ഡിവിഷന്റെയും മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കെട്ടിട നിർമ്മാണ മേഖലയിലുള്ള സേവന നികുതിയെക്കുറിച്ച് ശില്പശാല സംഘടിപ്പിച്ചു. ഗവൺമെന്റിന് ചെയ്യുന്ന ഒരു സിവിൽ സ്ട്രക്ചർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒറിജിനൽ വർക്ക് ആയിരിക്കാം. ഈ ഒറിജിനൽ വർക്ക് എന്നുള്ളത് ഗവൺമെന്റ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. വാഗീഷ് കുമാർ സിംഗ് ശില്പശാല ഉദ്ഘാടനം ചെയ്തു. അലോക് കുമാർ സാബു അധ്യക്ഷത വഹിച്ചു. A പ്രവീൺ കുമാർ, CPM അബ്ദുൾ റഷീദ്, V നാരായണൻ, PV നാരായണൻ, A ശ്യാം സുന്ദർ എന്നിവർ സംബന്ധിച്ചു. നല്ലളം സബ്സ്റ്റേഷനിൽ നിന്നും വൈദ്യുതി വിതരണം ചെയ്യുന്ന BC റോഡ് ഫീഡറിലെ കേബിൾ തകരാർ കണ്ടെത്തി. നടുവട്ടം വായനശാല റോഡിൽ തവളക്കുളത്താണ് കേബിൾ കേടായത്. തകരാർ പരിഹരിക്കാൻ രാത്രി വൈകിയും KSEB ഉദ്യോഗസ്ഥർ അറ്റകുറ്റപ്പണികൾ നടത്തി.
കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കാണ് BC റോഡ് ഫീഡറിലെ ഭൂഗർഭ കേബിൾ തകരാറായത്. ഇടം കണ്ടെത്താൻ വൈകിയതിനാൽ കഴിഞ്ഞ രാത്രി കടലുണ്ടി ഫറോക്ക് മേഖലയിൽ വൈദ്യുതി വിതരണം താറുമാറായിരുന്നു. ബുധനാഴ്ച ഗാന്ധി റോഡ് വൈദ്യുതി ഭവനിൽ നിന്ന് കേബിൾ ഫാൾട്ട് ഡിറ്റക്ടർ എത്തിച്ച് നടത്തിയ പരിശോധനയിൽ ഉച്ചയോടെയാണ് സ്ഥലം നിർണയിച്ചത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ കേബിളിൽ ചോർച്ച കണ്ടെത്തി. 15 വർഷം മുൻപ് സ്ഥാപിച്ച ഭൂഗർഭ ലൈനിൽ വെള്ളം ഇറങ്ങിയതാകും തകരാറിലാവാൻ കാരണമെന്നാണ് KCB അധികൃതരുടെ നിഗമനം. കേടായ ഭാഗം ഒഴിവാക്കി പുതിയ കേബിൾ യോജിപ്പിക്കുന്ന ജോലികളാണ് പുരോഗമിക്കുന്നത്. ഫീഡർ കേബിൾ തകരാർ കാരണം പല സമയങ്ങളിലായി മണിക്കൂറുകളോളം വൈദ്യുതി വിതരണം നിലച്ചത് നാട്ടുകാരുടെ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു. ബേപ്പൂർ ബീച്ച്, ഫറോക്ക് ഫീഡറുകൾ ബാക്ക് ഫീഡിംഗ് നടത്തിയായിരുന്നു ബുധനാഴ്ച വൈദ്യുതി വിതരണം നടത്തിയത്. ബേപ്പൂർ സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ KV ഗണേഷ് കുമാർ, സബ് എഞ്ചിനീയർമാരായ T സജിത് കുമാർ, AT ഷൈജു, S രാധാകൃഷ്ണപിള്ള എന്നിവരുടെ നേതൃത്വത്തിലാണ് രാത്രി വൈകിയും അറ്റകുറ്റപ്പണികൾ നടത്തിയത്. വാർത്തകളിൽ മറ്റൊരിടവേള കൂടി. Galaxy made of ABS material. Galaxy made of ABS material. വാർത്തകൾ തുടരുന്നു. ബസ്സുകൾക്കും യാത്രക്കാർക്കും ഒരുപോലെ ഗുണപ്രദമാകുന്ന രീതിയിൽ ഫറോക്കിലെ ബസ് സ്റ്റാൻഡ് ഇന്റർലോക്ക് പതിച്ച് നവീകരിച്ചു. ഇതോടൊപ്പം വെളിച്ച സംവിധാനത്തിനായി സൗരോർജ്ജ വൈദ്യുതി സംവിധാനങ്ങളും ഹൈമാസ്റ്റ് ലൈറ്റും സ്ഥാപിച്ചിട്ടുണ്ട്. ഫറോക്ക് ബസ് സ്റ്റാൻഡിന്റെ ശോചനീയാവസ്ഥ കാണിച്ച മാധ്യമങ്ങൾ നിരന്തരം വാർത്ത നൽകിയിരുന്നു. പൊട്ടിപ്പൊളിഞ്ഞ റോഡിൽ നിന്നും ഇന്റർലോക്ക് പാതയായി ഫറോക്ക് ബസ് സ്റ്റാൻഡ് ഉയർന്നു കഴിഞ്ഞു. രാത്രിയിൽ വഴിവിളക്കുകളില്ല എന്നതിന് പരിഹാരമായി LED വിളക്കുകളും സ്ഥാപിച്ചു കഴിഞ്ഞു. സ്റ്റാൻഡിൽ 4 LED വഴിവിളക്കുകളും 3 ഹൈമാസ്റ്റ് ലൈറ്റുകളുമാണ് സ്ഥാപിച്ചത്. ഇതിൽ 1 ഫറോക്ക് ചുങ്കത്തും സ്ഥാപിച്ചു കഴിഞ്ഞു. പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ വകയിരുത്തിയാണ് സ്റ്റാൻഡിലെ ഇന്റർലോക്കിംഗ് പ്രവൃത്തികൾ പൂർത്തിയാക്കിയത്. MLA ഫണ്ടിൽ നിന്നും 46,000 രൂപ ചെലവഴിച്ചു വഴിവിളക്ക് സ്ഥാപിക്കാൻ. ഇന്റർലോക്കിംഗ് പ്രവൃത്തി പൂർത്തിയായതോടെ ബസ്സുകൾക്ക് പ്ലാറ്റ്ഫോമിലേക്ക് കയറാനും ഇറങ്ങാനും കൂടുതൽ സൗകര്യമായിട്ടുണ്ട്. മഴക്കാലത്തായിരിക്കും ഇന്റർലോക്കിംഗ് സംവിധാനം ബസ് ജീവനക്കാർക്ക് കൂടുതലായും ഉപയോഗപ്പെടുക. നിഖിലീശ്വർ, ന്യൂസ് ബ്യൂറോ, ഫറോക്ക്. ഫറൂഖ് കോളേജ് മലയാള വിഭാഗം തലവൻ പ്രൊഫസർ A ഷാജഹാന്റെ യാത്രയപ്പിന്റെ ഭാഗമായി അധ്യാപനത്തിന്റെ വർത്തമാനം എന്ന പേരിൽ സെമിനാർ സംഘടിപ്പിച്ചു. ഡോക്ടർ MM ബഷീർ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ഫറൂഖ് കോളേജ് മലയാളം വിഭാഗം തലവൻ പ്രൊഫസർ A ഷാജഹാന്റെ യാത്രയപ്പിന്റെ ഭാഗമായാണ് അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി അധ്യാപനത്തിന്റെ വർത്തമാനം എന്ന പേരിൽ സെമിനാർ സംഘടിപ്പിച്ചത്. സെമിനാർ ഡോക്ടർ MM ബഷീർ ഉദ്ഘാടനം ചെയ്തു. നസീർ എനിക്ക് വളരെ പ്രിയപ്പെട്ട ആളാണ്. ഷാജഹാനും അങ്ങനെ തന്നെയാണ്. ഞാൻ പഠിപ്പിച്ച പല മുഖങ്ങളും ഇപ്പോൾ ഞാൻ കാണുന്നുണ്ട്. KM നസീർ അധ്യക്ഷനായിരുന്നു. ഫറൂഖ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ EP ഇമ്പിച്ചിക്കോയ ആമുഖ പ്രഭാഷണം നടത്തി. ഡോക്ടർ അസീസ് തരുവണ, KEN, കൽപ്പറ്റ നാരായണൻ, സിൻഡിക്കേറ്റ് മെമ്പർ ആബിദ് ഹുസൈൻ തങ്ങൾ, ഡോക്ടർ NP ഹാഫിസ് മുഹമ്മദ്, ഡോക്ടർ ആസാദ്, ഡോക്ടർ KM അനിൽ, പ്രൊഫസർ PA റംല, പ്രൊഫസർ A ഷാഹുദ്ദീൻ, പ്രൊഫസർ KB ബാലൻ, പ്രൊഫസർ മുഹമ്മദ് ബഷീർ M, പ്രൊഫസർ A ഷാജഹാൻ, കമറുദ്ദീൻ പരപ്പിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. കേരള സ്റ്റേറ്റ് കുക്കിംഗ് വർക്കേഴ്സ് ഫെഡറേഷൻ കൊയിലാണ്ടി ഓഫീസ് ഉദ്ഘാടനവും ജില്ലാ സമ്മേളനവും നടന്നു. കൊയിലാണ്ടി കൈരളി ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രതിനിധി സമ്മേളനം കൊയിലാണ്ടി നഗരസഭാധ്യക്ഷ K ശാന്ത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് കുക്കിംഗ് വർക്കേഴ്സ് ഫെഡറേഷൻ ഓഫീസ് ഉദ്ഘാടനവും ജില്ലാ സമ്മേളനവും നടന്നു. കൊയിലാണ്ടി കൈരളി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി നഗരസഭാധ്യക്ഷ K ശാന്ത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ഒരു സന്തോഷ സമയത്ത് തൽക്കരിച്ചിരുത്തി അവർക്ക് വിവിധ പാനീയങ്ങൾ കൊടുത്ത് ഭക്ഷണം കൊടുത്ത് പറഞ്ഞേക്കുന്ന രീതിയാണ് ഭാരതീയ പാരമ്പര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഭാരതത്തിലേക്ക് മറ്റ് വിവിധ രാജ്യങ്ങളിലെ രാജാക്കന്മാരും അതുപോലെ തന്നെ കച്ചവട പ്രമാണികളുമൊക്കെ ഇന്ത്യയിലേക്ക് വരാനും ഇന്ത്യയിലെ വിവിധ രാജാക്കന്മാരുമായി സൗഹൃദം പങ്കിടാനും ഒക്കെ ഒരു അവസരം കിട്ടിയിട്ടുള്ളത്. മുജീബ് പാലക്കൽ, TP നാരായണൻ, കൃഷ്ണൻ നമ്പ്യാർ, അക്ബർ മംഗല്യ തുടങ്ങിയവർ സംബന്ധിച്ചു. വൈകിട്ട് പൊതുസമ്മേളനവും സാംസ്കാരിക ഘോഷയാത്രയും നടന്നു.
പൊതുസമ്മേളനം കൊയിലാണ്ടി സ്റ്റേഡിയം പരിസരത്ത് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹമീദ് കണ്ണടിപ്പറമ്പ് ഉദ്ഘാടനം ചെയ്തു. എല്ലാ ആനുകൂല്യങ്ങളും പ്രഖ്യാപിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ടും മതേതര ഇന്ത്യയിലെ മതേതര പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് തന്നെ ആ തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വിഭാഗം തൊഴിലാളികളായ നമ്മളെ പരിചയപ്പെടുത്തിയിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് ആദ്യം എന്റെ സഹപ്രവർത്തകരോട് ഓർമ്മിപ്പിക്കാനുള്ളത്. കവിയും സാഹിത്യകാരനുമായ മേലൂർ വാസുദേവൻ മുഖ്യാതിഥിയായിരുന്നു. എ അസീസ് മാസ്റ്റർ, സി അബ്ദുള്ള ഹാജി, പി ബി ഹംസ, അബ്ദുള്ള മൊയ്തീൻകുട്ടി, ഭാസ്കരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. സർവശിക്ഷ അഭിയാൻ കോഴിക്കോട് BRCയുടെ ആഭിമുഖ്യത്തിൽ അധ്യാപകർക്കുള്ള യാത്രയയപ്പും പുസ്തക പ്രകാശനവും നടന്നു. രാമനാട്ടുകര പഞ്ചായത്ത് പ്രസിഡന്റ് NC ഹംസക്കോയ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. സർവശിക്ഷ അഭിയാൻ BRCയുടെ ആഭിമുഖ്യത്തിൽ 55 വിദ്യാലയങ്ങളിലെ മികവ് സെമിനാറും ഈ അധ്യയന വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയയപ്പും നൽകി. അതോടൊപ്പം CRCയുടെ മികവ് ന്യൂസ് ലെറ്റർ പ്രകാശനവും സഫലം പുസ്തക പ്രകാശനവും BRCയിൽ നടന്നു. BRC പരിധിയിലെ മുഴുവൻ വിദ്യാലയങ്ങളിലെയും മികവാർന്ന പ്രവർത്തനങ്ങൾ വിനിമയം ചെയ്യാൻ സെമിനാറിലൂടെ സാധിച്ചു. രാമനാട്ടുകര പഞ്ചായത്ത് പ്രസിഡന്റ് NC ഹംസക്കോയ പുസ്തകം പ്രകാശനം ചെയ്തു. DRC HM അബൂബക്കർ മാസ്റ്റർ അധ്യക്ഷനായിരുന്നു. BEO ഗോപാലകൃഷ്ണൻ മാസ്റ്റർ, കോഴിക്കോട് ജില്ലാ SSA പ്രോഗ്രാം ഓഫീസർമാരായ രാധാകൃഷ്ണൻ, PP മുഹമ്മദ്, അസൈൻ ഫാറൂഖ്, AEO കൃഷ്ണകുമാർ, വാർഡ് മെമ്പർ തൻസീർ എന്നിവരും പഞ്ചായത്ത് പ്രതിനിധികൾ, CRC പ്രധാനാധ്യാപകർ, BRC പ്രവർത്തകർ എന്നിവർ സംബന്ധിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. ഇസ്ലാം സമാധാനത്തിന് എന്ന പേരിൽ KNM നടത്തുന്ന ക്യാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനം ശനിയാഴ്ച വൈകുന്നേരം 4:30 കോഴിക്കോട് ജൂബിലി ഹാളിൽ നടക്കും. KNM സംസ്ഥാന പ്രസിഡന്റ് TP അബ്ദുള്ള കോയ മദനി പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വ്യോമയാന വിനോദസഞ്ചാര വിദ്യാഭ്യാസ സ്ഥാപനമായ അൽ ഹിന്ദ് അക്കാദമിയുടെ ഈ വർഷത്തെ ബിരുദദാന ചടങ്ങ് വെള്ളിയാഴ്ച വൈകിട്ട് 3 ഹോട്ടൽ മലബാർ പാലസിൽ വെച്ച് നടക്കും. അയാട്ട ഇന്ത്യ സൌത്ത് ഏഷ്യ ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ ഗുർജിത് സിംഗ് ബിരുദദാന ചടങ്ങ് നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സ്വാമി വിവേകാനന്ദ സംഗീത സമർപ്പണം മാർച്ച് 29-30 തീയതികളിൽ കോഴിക്കോട് രാമകൃഷ്ണ മിഷൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. ISRO മുൻ ശാസ്ത്രജ്ഞൻ TGK മൂർത്തി, ഡോക്ടർ M ലക്ഷ്മി കുമാരി തുടങ്ങിയവർ പ്രഭാഷണം നടത്തും. വയലിൻ കച്ചേരി, ജുഗൽബന്ദി തുടങ്ങിയവയും ഒരുക്കിയിരിക്കുന്നതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ വിജയിപ്പിച്ചാൽ 25 വീടുകൾക്ക് 1 ടാങ്ക് എന്ന നിലയിൽ കുടിവെള്ളം സംഭരിച്ചു നൽകുമെന്ന് കോഴിക്കോട് മണ്ഡലത്തിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി തൃശൂർ നസീർ. നാളികേരമടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്നും മതസൗഹാർദ്ദത്തിന് പേരുകേട്ട കോഴിക്കോട് മണ്ഡലത്തിൽ വോട്ട് തേടുന്നതിൽ അഭിമാനമുണ്ടെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടതുവലതു മുന്നണികൾ മുൻകാല വോട്ട് ചോർച്ച സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് BJP നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള. അവഗണനയ്ക്കെതിരെ പ്രതിഷേധം രേഖപ്പെടുത്താനുള്ള അവസരമായി തൊഴിലാളികൾ അവരുടെ വോട്ടവകാശം വിനിയോഗിക്കണമെന്ന് ഭാരതീയ മസ്ദൂർ സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് K ഗംഗാധരൻ. വടക്കൻ മലബാറിലെ പ്രസിദ്ധമായ പിഷാരിക്കാവ് മഹോത്സവത്തിന് തുടക്കമായി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Galaxy made of ABS material.